നമസ്കാരം. പ്രധാന വാർത്തകൾ. കടുവ ആടിനെ പിടിച്ച മണ്ണാർക്കാട് തത്തേങ്ങലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. രാത്രി പട്രോളിംഗും ഏർപ്പെടുത്തി. പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് DF. ചെർപ്പളശ്ശേരിയിൽ കാറിടിച്ച പത്ര ഏജന്റ് മരിച്ചു. വീരമംഗലം സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. വാണിയംകുളത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 6.2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. പ്രതിയെ പിടികൂടാനായില്ല. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക്. ഇരട്ട ഇരുമ്പ് പാലമെന്ന ആശയം മുന്നോട്ട് വെച്ച തിരൂർ സ്വദേശി തയ്യിൽ ബാവ. ചെറുവാഹനങ്ങളെ കടത്തിവിടാൻ കഴിയുന്ന പദ്ധതി സർക്കാരിന് സമർപ്പിക്കുമെന്നും തയ്യിൽ ബാവ. ഒറ്റപ്പാലം മീറ്റ്നയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കിട്ടി. 8-ാം ദിവസം തൃത്താല കൂടല്ലൂർ ഭാഗത്തു നിന്നാണ് മൃതദേഹം കിട്ടിയത്. പാലപ്പുറം സ്വദേശി യൂസഫാണ് മരിച്ചത്. വിശദമായ വാർത്തകൾ. കടുവ ആടിനെ പിടിച്ച മണ്ണാർക്കാട് തത്തേങ്ങലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. കാട് വെട്ടിത്തെളിച്ചത് കൂടാതെ രാത്രി പെട്രോളിംഗും ഏർപ്പെടുത്തി. കൂട് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് DFO. തത്തേങ്ങലത്ത് ആടുമേയ്ക്കുന്നയാളുടെ കൺമുൻപിൽ നിന്നാണ് കടുവ ആടുകളെ ആക്രമിച്ചത്. ഒരാടിനെ കടുവ കൊണ്ടുപോയി. ഒരെണ്ണത്തിന് പരിക്കുമേറ്റിരുന്നു. തത്തേങ്ങല റോഡിന്റെ മേൽഭാഗത്താണ് കടുവ ആടിനെ പിടിച്ചത്. ഇതോടെ തത്തേങ്ങല നിവാസികൾ ഭീതിയിലാണ്. സംഭവം അറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തിയിരുന്നു. നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. രാത്രി പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ക്യാമറ പരിശോധിച്ച് കടുവയാണോ എന്നും സ്ഥിരമായി ഇറങ്ങുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുമെന്ന് DFO C അബ്ദുൽ ലത്തീഫ് അറിയിച്ചു. 2 ആഴ്ച മുമ്പ് തത്തേങ്ങലം കൽക്കടി ഭാഗത്ത് കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. തുടർന്ന് ഈ പ്രദേശത്ത് കാട് വെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വനം വകുപ്പ് സ്വീകരിച്ചിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 6.2 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുന്നതിനു വേണ്ടി പാലക്കാട് DYSP M ശശിധരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ 6.2 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകുമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. വരും ദിവസങ്ങളിലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് SI അനിൽ മാത്യു പറഞ്ഞു. 4/8/2024 തീയതി ഇന്ന് ഷൊർണൂർ പ്ലാറ്റ്ഫോമിൽ 1:40 കൂടി എത്തിയ ഏറനാട് എക്സ്പ്രസ് 1:17 എത്തിയ ഏറനാട് എക്സ്പ്രസിന്റെ ബാക്കിൽ ജനറൽ കോച്ച് ചെക്ക് ചെയ്തപ്പോൾ ഒരു 6.25 കിലോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ട്. അപ്പോൾ ട്രെയിനിന്റെ 2 ഭാഗത്തേക്കുള്ള ദൂരവും, അതായത് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും പാലക്കാട് നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ദിവസവും ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കഞ്ചാവ് പിടിച്ചെടുക്കാൻ കഴിയുക. ഇന്ന് ഏതായാലും 6.5 കിലോ കഞ്ചാവ് കിട്ടി. വരും ദിവസങ്ങളിൽ കൂടുതൽ റെയ്ഡുണ്ടാവും. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, RPF SI അജിത്, PV രമേശിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ചെർപ്പളശ്ശേരിയിൽ തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ പത്ര ഏജന്റ് മരിച്ചു. വീരമംഗലം നാഗമ്പ്രാത്ത് പുത്തിരാൻ എന്ന ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കാറിടിച്ചാണ് അപകടം. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ദീർഘകാലമായി പത്ര ഏജന്റായി പ്രവർത്തിക്കുന്ന വീരമംഗലം നാഗമ്പ്രാത്ത് പുത്തിരാൻ എന്ന ഗോപാലകൃഷ്ണനാണ് വാഹനാപകടത്തിൽ മരിച്ചത്. 68 വയസ്സായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ ചെർപ്പളശ്ശേരി മലബാർ കോംപ്ലക്സിന് സമീപമാണ് അപകടമുണ്ടായത്. പുലർച്ചെ എത്തി പത്രക്കെട്ടുമായി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാൻ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഗോപാലകൃഷ്ണനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. 50 വർഷത്തിലധികമായി പത്ര ഏജന്റായി പ്രവർത്തിച്ചു വരുന്ന ഗോപാലകൃഷ്ണൻ ചെർപ്പശ്ശേരിക്കാർക്കും നെല്ലായ കുലുക്കലൂരുകാർക്കും സുപരിചിതനായിരുന്നു. പണ്ടുമുതലേ സൈക്കിളിൽ പത്രവിതരണം നടത്തിയിരുന്ന ഗോപാലകൃഷ്ണൻ കാലം മാറിയെങ്കിലും തൻ്റെ സൈക്കിൾ മാറ്റാൻ തയ്യാറായിരുന്നില്ല. കിലോമീറ്ററുകളോളം രാവിലെ സൈക്കിൾ ചവിട്ടി നഗര ഗ്രാമവീഥികളിലൂടെ ഗോപാലകൃഷ്ണൻ പത്രവുമായെത്തും. ടെലിവിഷൻ ചാനലുകളും സോഷ്യൽ മീഡിയയും ഒന്നുമില്ലാത്ത കാലത്ത് ആളുകൾ വാർത്തകൾ അറിഞ്ഞിരുന്നത് ഗോപാലകൃഷ്ണനിലൂടെയായിരുന്നു. എല്ലാവരുമായും ചിരിച്ച് സംസാരിക്കുന്ന ഗോപാലകൃഷ്ണന് സൗഹൃദ വലയവും ഏറെയുണ്ടായിരുന്നു. മഴയും തണുപ്പും മഞ്ഞുമൊന്നും വകവയ്ക്കാതെ ഗോപാലകൃഷ്ണൻ പതിവ് പോലെ പത്രവിതരണത്തിന് വന്നതാണ് തിങ്കളാഴ്ചയും. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ അപകടം ഗോപാലകൃഷ്ണന്റെ പത്രവിതരണത്തിന് എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് ഇട്ടു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ പരേതയായ അംബുജാക്ഷി, രാജേഷ്, രതീഷ് എന്നിവർ മക്കളാണ്.
വാണിയംകുളത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായ രാജനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകുന്നതിനിടെ വാണിയംകുളത്ത് ചായക്കടയിൽ നിന്നും ചായ കുടിച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ അമിത വേഗതയിലെത്തിയ പിക്കപ്പ് രാജനെ ഇടിക്കുകയായിരുന്നു. രാജനെ ഇടിച്ച പിക്കപ്പ് തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു. പിക്കപ്പിൻ്റെ ഡ്രൈവർ ഇറങ്ങിയോടി. ഗുരുതരമായി പരിക്കേറ്റ രാജനെ ആദ്യം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. പെരിന്തൽമണ്ണ കാര്യവട്ടത്ത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പെരിന്തൽമണ്ണ അമ്മനിക്കാട് വാഴത്തൊടി മുഹമ്മദിൻ്റെ മകൻ സിദാൻ മുഹമ്മദാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 8:30 മണിയോടെയാണ് അപകടമുണ്ടായത്. ചെമ്മാണിയോട് നിന്ന് വിവാഹം കഴിഞ്ഞു മടങ്ങുന്ന പെരിന്തൽമണ്ണ പൊന്നിയാകുറിശി കക്കൂത്ത് സ്വദേശികൾ സഞ്ചരിച്ച എർട്ടിക കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. പെരിന്തൽമണ്ണ അമ്മനിക്കാട് വാഴത്തൊടി മുഹമ്മദിൻ്റെ മകൻ 18 വയസ്സുള്ള സിദാൻ മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ ഉതുക്കുംപുറത്ത് അഫ്നാൻ, കിഴിശ്ശേരി ആദിൽ, പള്ളിപ്പുറം വീട്ടിൽ റിസ്വാൻ, ദിൽദാർ മൻസിലിൽ ഷാരൂഖ്, പാതായ്ക്കര കിഴിശ്ശേരി നിഹാൽ എന്നിവർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒറ്റപ്പാലം മീറ്റ്നയിൽ മത്സ്യബന്ധനത്തിനിടെ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം 8-ാം ദിവസം കണ്ടെത്തി. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കൂടല്ലൂർ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജൂലൈ 27-നാണ് പാലപ്പുറം സ്വദേശി യൂസഫിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ജീർണിച്ച വിധത്തിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ യൂസഫിൻ്റെ സഹോദരനും ബന്ധുക്കളും സ്ഥലത്തെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മീറ്റ്ന തടയണയ്ക്ക് സമീപം മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് യൂസഫിനെ കാണാതായത്. തുടർച്ചയായ 5 ദിവസം ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീമും സംയുക്തമായി ഷൊർണൂർ പാലം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. 5-ാം ദിവസത്തെ തിരച്ചിലും വിഫലമായതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ നിലവിലെ വീതിക്കുറവും അതിനെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും ശാസ്ത്രീയമായി പരിഹരിക്കാൻ ഇരട്ട ഇരുമ്പ് പാലമെന്ന ആശയം മുന്നോട്ട് വെച്ച തിരൂർ BP അങ്ങാടി സ്വദേശി തയ്യിൽ ബാവ. നിലവിലെ കോൺക്രീറ്റ് പാലത്തിന് ഇരുവശവും ഇരുമ്പ് തൂണുകളിൽ ചെറുവാഹനങ്ങൾക്ക് പോകാൻ റോഡ് നിർമ്മിക്കാൻ സാധിക്കുമെന്ന പദ്ധതി തയ്യിൽ ബാവ പെരിന്തൽമണ്ണ പ്രസ് ഫോറം ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. മറ്റേ ഫ്രണ്ടേജ് നിങ്ങൾ പറഞ്ഞ പ്രശ്നം പറഞ്ഞ ഈ ഫ്രണ്ടേജിൽ തൊട്ടടുത്ത് തുടങ്ങുമ്പോഴാണ് അപ്പൊ ഇവിടെ കുറച്ച് ഇടിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് വലിച്ചു കഴിഞ്ഞാൽ കൊണ്ടെന്ന് വെച്ചാൽ ഈ കാർ ഓട്ടോറിക്ഷ ഈസിയായിട്ട് കയറി പോകും. ലോഡ് വണ്ടികൾക്ക് പ്രശ്നമുള്ളൂ. അതിനാണ് പാലത്ര നീട്ടി കൊടുക്കുന്നത്. ഇപ്പൊ നിലവിൽ ആ പാലത്ര നീട്ടി കൊടുക്കണതിനാൽ ലോഡ് ഈസി ആയിട്ട് കയറാനാണ് അത്ര നീട്ടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത്ര നീട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ചെറുവണ്ടികൾക്ക് അത്ര വേണ്ട. ഓട്ടോറിക്ഷ ബൈക്കും അപ്പൊ ഇതിന്റെ പ്രശ്നം തീർന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഇരട്ട ഇരുമ്പ് പാലമെന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുകയാണ് തിരൂർ BP അങ്ങാടി സ്വദേശി തയ്യിൽ ബാവാസ്. നിലവിലെ കോൺക്രീറ്റ് പാലത്തിനോട് യോജിപ്പിച്ച് ഇരുഭാഗങ്ങളിലും 8 അടി വീതിയിൽ ഇരുമ്പ് പാലങ്ങൾ നിർമ്മിക്കാമെന്നും 30 കാലുകളിൽ നിർമ്മിക്കാവുന്ന പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടത്തിവിടാമെന്നും തയ്യിൽ ബാബാസ് പറയുന്നു. ഇപ്പൊ ഞാൻ എന്റെ അളവ് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ 600 മീറ്ററിനാണ് ഇപ്പൊ ഇത്ര വെയിറ്റ് പറഞ്ഞത്. 1 മീറ്ററിന് 1000 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു മുകളിൽ മാത്രം സപ്പോർട്ടറായിട്ട്. അപ്പോൾ അത്ര നീളം വേണ്ട പാലത്തിന്. ഇപ്പൊ ചെറിയ പാലത്തിന് കുറെ ഉള്ളിൽ കൊടുത്താൽ തന്നെ അപ്പൊ അവിടെ നല്ല വീതി കിട്ടും. പിന്നെ നല്ല വീതി ഉണ്ട് താഴത്തെ സെക്ക്. ഞാൻ അവിടെ അത്യാവശ്യം നോക്കി നല്ല വീതി ഉണ്ട് ഈ റോഡ്. പാലം ഉണ്ടാക്കിയെടുത്തുള്ള എന്തോ മിസ്റ്റേക്ക് ആണ്. കാരണം ഇടുങ്ങിപ്പോയി ആ പാലം ഉണ്ടാക്കി. അപ്പൊ ഇനിയുള്ള ഏതൊക്കെ സൊല്യൂഷൻ ഇപ്പൊ ഈ കാർ ഓട്ടോറിക്ഷ ബൈക്ക് ഇതിൽ കൂടി വിടുക. ഇതിൽ കൂടി വരുമ്പോൾ പെരുന്തൽമണ്ണ വരുമ്പോൾ വൺ ബൈക്ക് ഇതിൽ കൂടി പോവുക. തിരിച്ചു വരുമ്പോൾ ഇതിൽ കൂടി വരിക. അപ്പൊ മറ്റുള്ള വാഹനത്തിനൊന്നും ഒരു ബ്ലോക്കും വരില്ല. ആംബുലൻസും മറ്റുള്ള ലോറിയും ഇതൊക്കെ ഇതിൽ കൂടി തന്നെ പോവാം. അപ്പൊ അവിടെ ഫ്രീ ആയി കിട്ടി. ഇപ്പൊ വരുന്ന ജാമ്പ് വരുന്ന ശരിക്കും ഇവിടെ ഉള്ള ബ്ലോക്കാണ്. ഇപ്പൊ എവിടെയായാലും വെള്ളം ഒരു സ്ഥലത്ത് കെട്ടിയിരുന്ന മറ്റൊരു പൊന്തല്ലോ ആ ലെവലാണ് ഇപ്പൊ അവിടെ ബ്ലോക്കായി കിടക്കുന്നത്. ആ പാലത്തിൽ പ്രത്യേകിച്ച് S ആണ് ആ പാലം ശരി ഇങ്ങനെ S ഈ റെയിൽവേന്റെ അവിടെ തന്നെ 5 അടിയോളം നിലവിൽ വീതി എടുക്കുന്നുണ്ട്. കാരണം നടപ്പാതൊക്കെ നമുക്ക് ഒരു 6 അടിയും കൂടി കിട്ടിയാല് ഇതുപോലെ ഒരു 3 അടി വഴി വെക്കാൻ 8 അടിന്റെ റോഡായി ചെയ്യും. 8 അടി മതി. ഇപ്പൊ ഈ ഓട്ടോറിക്ഷ കാർ ബൈക്കൊക്കെ ഒരു സ്ഥലത്ത് മാത്രം. ഇരുമ്പിന്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ കൂട്ടുപുറത്തുണ്ടാകുമ്പോൾ നല്ല സ്ട്രോങ് ആണ്. ഇപ്പൊ നമ്മള് സ്ക്വയർ പൈപ്പോ പിന്നെ പിന്നെ ഡയമണ്ട് സീറ്റാണ് ഉള്ളിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ വെൽഡിങ് സപ്പോർട്ടാണ്. 30 കാലുകൾ കൊടുത്ത് കാല് എത്രയോളം കൊടുക്കുന്നിടത്തോളം സ്ട്രോങ് കൂടുതൽ. പരമാവധി 600 മീറ്റർ വരുന്ന ഈ പാല നിർമ്മാണത്തിന് 10 കോടി രൂപ മാത്രമേ ചെലവ് വരൂവെന്നും തയ്യിൽ ബാവാസ് വ്യക്തമാക്കി.
ഈ പാലം നിർമ്മിച്ചാലും ഇപ്പോൾ പാലത്തിന് താഴെയുള്ള സർവീസ് റോഡുകൾ അതേപോലെ തന്നെ ഉപയോഗിക്കാമെന്നും ഇദ്ദേഹം പറയുന്നു. ഇരുഭാഗത്തു നിന്നും 3-4 വരിയായി നിരയായി എത്തുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ വീതി കുറഞ്ഞ മേൽപ്പാലത്തിൽ കയറാനുള്ള തിരക്കാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുരുക്കിന് യഥാർത്ഥ കാരണം. നിലവിലെ കോൺക്രീറ്റ് പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോകാം. ഇരുഭാഗത്തും ഇരുമ്പ് നിർമ്മിത പാതയിലൂടെ കാറ്, ഓട്ടോറിക്ഷ, ഇരുചക്രവാഹനങ്ങളടക്കം ചെറുവാഹനങ്ങൾക്കും പരിമിതപ്പെടുത്താമെന്നുമാണ് തയ്യിൽ ബാവാസ് അവതരിപ്പിച്ച മാതൃക. മേൽപ്പാലത്തിലെ വാഹനഗതാഗതം തടസ്സമില്ലാതെ നടന്നാൽ അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന കുരുക്ക് ഇല്ലാതാക്കാനാവും. റെയിൽവേ ഗേറ്റ് ദിവസവും 14 തവണ വരെ അടയ്ക്കേണ്ട സ്ഥിതി ഒഴിവാക്കാൻ കൂടിയാണ് മിനി റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. വാഹനങ്ങളെ ഉൾക്കൊള്ളാവുന്ന വീതിയില്ല എന്നതാണ് പാലത്തിന്റെ വലിയ പോരായ്മ. ദേശീയപാതയിൽ ഓരാടംപാലം മുതൽ മാനത്തുമംഗലം വരെ ബൈപ്പാസ് റോഡ് പദ്ധതിയാണ് സർക്കാരിന്റെ മുമ്പിലുള്ള പരിഹാരം. എന്നാലും വലിയ വാഹനങ്ങൾക്ക് പുറമെ ചെറുവാഹനങ്ങൾക്ക് കൂടി കടന്നുപോകാൻ നിലവിലെ മേൽപ്പാലത്തിൽ അവസരമുണ്ടെങ്കിൽ കുരുക്ക് കുറയ്ക്കാനാവുമെന്നാണ് പറയുന്നത്. അതേസമയം നിലവിലെ പാലത്തിന്റെ ഇരുമ്പ് തൂണുകളിൽ 2 ഭാഗത്തും കുറഞ്ഞ വീതിയിൽ ചെറുവാഹനങ്ങൾക്ക് പാത ഒരുക്കുന്നതിന്റെ സാധ്യതകളും സാങ്കേതിക വശങ്ങളും വിദഗ്ധരാണ് പരിശോധിക്കേണ്ടത്. പദ്ധതി സർക്കാരിന് നൽകുമെന്നും തയ്യിൽ ബാവ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാനമായ പരീക്ഷണങ്ങളിലൂടെ കേരളത്തിൽ വിവിധ മാതൃകകളും നിരവധി വ്യത്യസ്ത പ്രൊജക്ടുകളും തയ്യിൽ ബാവാസ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിൽ കേടായ വഴിവിളക്കുകൾ നന്നാക്കാതെ കരാറുകാർ. നാട്ടുകാരുടെ പരാതിയിൽ പൊറുതിമുട്ടി കൗൺസിലർമാർ. കരാറുകാരെ കൗൺസിലിലേക്ക് വിളിച്ചു വരുത്തണമെന്ന ആവശ്യം നടപ്പായില്ല. ആദ്യകാലത്ത് സ്ഥാപിച്ച ട്യൂബ് ലൈറ്റുകൾ, ഉണ്ട ബൾബുകൾ, മിനിമാസ്റ്റ്, ഹൈമാസ്റ്റ് ലൈറ്റുകൾ ധാരാളമുണ്ട് വാർഡുകളിൽ. ഇവയിൽ ഭൂരിഭാഗവും കണ്ണടച്ചിട്ട് മാസങ്ങളായി. ഓരോ തരം ലൈറ്റുകളും നന്നാക്കേണ്ട കരാർ വെവ്വേറെ ആളുകൾക്കാണ്. നിലവിലെ ഭരണസമിതി അധികാരത്തിലെത്തിയതിനു ശേഷം ഓരോ വർഷവും സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണിയും വെവ്വേറെ കരാറുകാർക്കാണ്. അറ്റകുറ്റപ്പണിക്ക് മഴക്കാലത്ത് വിളിച്ചാൽ മഴയാണെന്നും വേനൽക്കാലമാണെങ്കിൽ വെയിലാണെന്നും പറഞ്ഞ് ഒഴിയും. 1-2 വാർഡുകളിലെ ലൈറ്റുകൾ തകരാറിലായാലൊന്നും കരാറുകാരൻ വരില്ല. കുറഞ്ഞത് 10 വാർഡുകളിലെ ലൈറ്റുകളെങ്കിലും കേടാവണം. ഇങ്ങനെ കൂടുതൽ ലൈറ്റുകൾ കേടായാൽ കുറച്ച് നന്നാക്കും. പിന്നെ 6 മാസത്തേക്ക് ഇവർ വരില്ല. വർഷത്തിൽ 1-2-3 തവണ മാത്രമാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. ഇതിന് 1 വർഷവും വലിയ തുകയാണ് കരാറുകാരൻ ഈടാക്കുന്നത്. ഇതിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മിക്ക കൗൺസിൽ യോഗത്തിലും ചർച്ച ചെയ്യാറുണ്ട്. കരാറുകാരെ കൗൺസിൽ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തണമെന്ന് വിവിധ കൗൺസിൽ യോഗങ്ങളിൽ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. കരാറുകാർക്കെതിരെ നിയമ നടപടിയും കൗൺസിൽ ചർച്ച ചെയ്തതാണ്. ഇടവേള. മറ്റു വാർത്തകൾ. സംസ്ഥാന സർക്കാരിൻ്റെ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ PA ഉമ്മറിന് ചെർപ്പശ്ശേരി CPM ഏരിയ കമ്മിറ്റിയുടെ ആദരം. മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിലെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നൽകിയ റോബർട്ട് ഓവൻ പുരസ്കാരത്തിനർഹനായ PA ഉമ്മറിനാണ് CPM ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ട് ചെർപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പശ്ശേരിയിലെ റോബർട്ട് ഓവൻ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം 6 പതിറ്റാണ്ടിലധികം നീളുന്നതാണ്. സഹകരണ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ കൂടുതലാണ്. സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് പൊതുപ്രവർത്തനത്തിലേക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കൊക്കെ വന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ട് പിന്നെ സഹകാരിയായി മാറിയതല്ല. ആദ്യത്തെ ബന്ധം തുടങ്ങുന്നത് സഹകരണ പ്രസ്ഥാനമായിട്ടാണ്. ഒരു ജീവിതരേഖ നമ്മളോട് വെച്ച് നോക്കിയപ്പോൾ 1960 പാൽ സൊസൈറ്റിയിൽ മെമ്പറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സഹകരണ മേഖലയുമായിട്ടുള്ള ബന്ധം 60 തുടങ്ങി. അപ്പോൾ കൊല്ലത്രയും 65 കൊല്ലമായി. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു രക്തത്തിൽ തന്നെ സംരംഭകത്വ നൈപുണി അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരാളാണ്. ഒരു സംരംഭകൻ അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ സഹകരണ മേഖലയിലെ ഈ വിജയമൊക്കെ അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അർബൻ ബാങ്കിന് പ്രസിഡന്റ് മോഹൻ
ചെർപ്പശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളും വ്യക്തികൾ നൽകുന്ന മൊമെന്റുകളും ചടങ്ങിൽ കൈമാറി. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ്, ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു, ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അധ്യക്ഷന്മാർ, പ്രമുഖ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ടാവും. പുതിയ കെട്ടിട നിർമ്മാണത്തിന് നജീബ് കാന്തപുരം MLA 1.15 കോടി രൂപ അനുവദിച്ചു. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. സ്ഥലപരിമിതി മൂലവും അസൗകര്യങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടുന്ന പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ടാകും. വില്ലേജ് ഓഫീസിനായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിക്കും. നിലവിലെ വില്ലേജ് ഓഫീസിന്റെ എതിർവശത്ത് സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിക്ക് സമീപം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 10 സെന്റ് സ്ഥലത്താണ് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുക. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നജീബ് കാന്തപുരം MLAയുടെ 2 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.15 കോടി രൂപ അനുവദിച്ചു. സ്ഥലപരിമിതി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കേരളത്തിൽ ഇതാ ഡിജിറ്റൽ സർവേ അതിവേഗം പുരോഗമിക്കുന്ന കേരളത്തിൽ ഇതാ ഇനി മുതൽ വില്ലേജുകളിൽ നിന്ന് ലഭ്യമാക്കേണ്ട ഏതാണ്ട് 14ഓളം രേഖകൾ ഒരു സ്മാർട്ട് റവന്യൂ കാർഡിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യത്തിനും നമുക്ക് വീണ്ടും വീണ്ടും രേഖകൾ കിട്ടാൻ, സർട്ടിഫിക്കറ്റ് കിട്ടാൻ വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ പൂർണ്ണമായ വിശ്വസ്തയോടെ അറ്റസ്റ്റ് ചെയ്ത റവന്യൂ കാർഡുകൾ, ATM കാർഡ് പോലെ QR കോഡും ഡിജിറ്റൽ നമ്പറും ആലേഖനം ചെയ്ത സ്മാർട്ട് റവന്യൂ കാർഡുകൾ എല്ലാവിധത്തിലുമുള്ള ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിരന്തരമായിട്ടുള്ള ഓഫീസുകളിൽ പോകൽ ഒഴിവാക്കാനും കഴിയുന്ന വിധത്തിൽ സജ്ജമാക്കിയതും ഈ 2025 കൂടി തന്നെ പ്രാവർത്തികമാക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. നമ്മുടെ റവന്യൂ ഓഫീസുകളാകെ സ്മാർട്ടാകുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ 600ഓളം സ്മാർട്ട് വില്ലേജുകൾ പുതിയതായി രംഗപ്പെട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. റവന്യൂ വകുപ്പിന്റെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അതിന്റെ പൂമുഖ പടിവാതിലായിട്ടുള്ള വില്ലേജ് ഓഫീസുകളെ സ്മാർട്ടാക്കണം. അങ്ങനെ സ്മാർട്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സർക്കാരിനോടൊപ്പം ജനപ്രതിനിധികളും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടെ 2023-24 വർഷത്തിൽ പെരിന്തൽമണ്ണ MLA ആയിട്ട് ശ്രീ നജീബ് കാന്തപുരത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയുടെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഔപചാരികമായി ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പെരിന്തൽമണ്ണയിൽ പുതിയതായി നിർമ്മിക്കാൻ പോകുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ തറക്കല്ലിടൽ ഔപചാരികമായി നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഭാവികമായും MLA ഫണ്ടിൽ നിന്ന് ഇത്ര വലിയൊരു സംഖ്യ മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അത്രയേറെ ആവശ്യങ്ങൾ നിരവധിയായി ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലെ പൊതുവായ വികസനങ്ങൾക്ക് വേണ്ടി അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കെ എന്തുകൊണ്ട് ഇതിനൊരു മുൻഗണന നൽകിയതിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പെരിന്തൽമണ്ണയുടെ മികവിനനുസരിച്ചിട്ടുള്ള, പെരിന്തൽമണ്ണയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ജോലി ഭാരമുള്ള ഒരു സ്ഥലത്ത് ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി ഇരിക്കാനും നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു നല്ലൊരു കോൺഫറൻസ് റൂം അടക്കം ഉണ്ടാക്കാനും അതുവഴി നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു യശസ് ഉയർത്താൻ വേണ്ടിയാണ് ഇത്ര വലിയ തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനോഹരമായി ഈ കെട്ടിടം പൂർത്തിയാക്കണം എന്നാഗ്രഹിക്കുന്നു. സൗകര്യക്കുറവ് കാരണം ഉദ്യോഗസ്ഥരും ഓഫീസിലെത്തുന്ന നാട്ടുകാരും പ്രയാസപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ADM NM മെഹ്റലി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മൻസൂർ നെച്ചിയിൽ, കൗൺസിലർമാരായ ഫാറൂഖ് പച്ചേരി, ജാഫർ പത്തത്ത്, ഹുസൈന നാസർ, ശ്രീജിഷ, കൃഷ്ണപ്രിയ, സീനത്ത്, അഡ്വക്കേറ്റ് പ്രവീൺ, ഹുസൈൻ റിയാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ AK നാസർ, MA അജയ്കുമാർ, ബഷീർ നാലകത്ത്, A ആനന്ദൻ, രാജൻ കൊച്ചു, തഹസിൽദാർ A വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തെരുവു നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ ശല്യം ആശങ്ക വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തെരുവുനായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് ക്യാമ്പ് ആരംഭിച്ചത്.
മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 6 തുടങ്ങിയ യജ്ഞം ചൊവ്വാഴ്ച വൈകിട്ട് വരെ നീണ്ടുനിൽക്കും. വാക്സിനേഷൻ ടീമും അനിമൽ റെസ്ക്യൂ ഫോഴ്സിന്റെ 5 അംഗ സംഘവും വിവിധ പ്രദേശങ്ങളിലെത്തി നായ്ക്കളെ വലവീശിപ്പിടിച്ച് കുത്തിവയ്പ് നടത്തുന്നത്. 250-ലധികം നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷയെന്ന് അമ്പലപ്പാറ ആശുപത്രിയിലെ ഡോക്ടർ എം ജെറീഷ് പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിൽ 400-ലധികം തെരുവ് നായ്ക്കൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും അധികൃതർ പറഞ്ഞു. പട്ടാമ്പിയിൽ ഫയർഫോഴ്സിന് സ്വന്തമായ ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നു. 3 കോടി രൂപ ചെലവിലാണ് പുതിയ അഗ്നിരക്ഷാ നിലയം നിർമ്മിക്കുന്നത്. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് പരിസരത്ത് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പട്ടാമ്പിക്കാരുടെ ചിരകാല ആവശ്യമായിരുന്നു അഗ്നിരക്ഷാ നിലയം വേണമെന്നുള്ളത്. 2021 വാടക കെട്ടിടത്തിൽ ഫയർഫോഴ്സ് ആരംഭിച്ചു. തുടർന്ന് വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷൻ്റെ പ്രവർത്തനം പലപ്പോഴും പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതികൾ നടത്തിയത്. ഇതിനായി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ മത്സ്യ മാർക്കറ്റിൻ്റെ സ്ഥലം വിട്ടു നൽകി. നിലവിൽ ഫയർ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA-യുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ച പ്രവൃത്തി വിലയിരുത്തി. നമുക്കെല്ലാവർക്കും അറിയാം, ദീർഘനാളായി വർഷങ്ങളുടെ ആവശ്യമായിരുന്നു പട്ടാമ്പിയിൽ ഒരു ഫയർ സ്റ്റേഷൻ ആരംഭിക്കുക എന്നുള്ളത്. അത് 2021 നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയും പട്ടാമ്പി ഫയർ സ്റ്റേഷന്റെ പരിധിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യാം. എന്നാൽ കൂടുതൽ സൗകര്യത്തിലുള്ള ഒരു കെട്ടിടം കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 3 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു. ആ 3 കോടി രൂപയുടെ ടെൻഡർ നടപടി എല്ലാം പൂർത്തീകരിച്ച് PWD ആണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നിർമ്മാണോദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നമുക്ക് നടത്താം. പക്ഷെ വർക്ക് അതിന്റെ ഭാഗമായി പെൻഡിങ് ആവരുത്. അതുകൊണ്ട് വർക്ക് നടക്കണം, പെട്ടെന്ന് വർക്ക് ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപ്പൊ വളരെ വേഗത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫയർ സ്റ്റേഷൻ ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ആധുനിക സൗകര്യങ്ങളുള്ള ഫയർ സ്റ്റേഷനായി മാറും. കേരളത്തിൽ എവിടെയും ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ച് വളരെ വേഗത്തിൽ തന്നെ കെട്ടിടത്തിന് സ്വന്തമായ സ്ഥലവും കെട്ടിടത്തിനും ഫണ്ട് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പഴയ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പൂർത്തീകരിച്ച് ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു ഫയർ സ്റ്റേഷനാക്കി പട്ടാമ്പി ഫയർ സ്റ്റേഷനെ നമുക്ക് മാറ്റണം. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ ആയിരുന്നു ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരുന്നത്. നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കൊടലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. വളരെ പരിമിതിയിലാണ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും കഴിയുന്നത്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടെ നിലവിൽ ഫയർഫോഴ്സ് സേന നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കവുമായി മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ക്രിയേറ്റീവ് 2025 ക്യാമ്പ് അലനല്ലൂരിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും MLA-യുമായ N ഷംസുദ്ദീൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതിന് ശേഷം നടത്തിയ ആദ്യ ക്യാമ്പയിൻ്റെ തുടർച്ചയായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പൽ മേഖലകളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകി. വാർഡ് തല പ്രവർത്തന ക്രമീകരണവും തീരുമാനിച്ചു. അലനല്ലൂർ SK ഹാളിൽ നടന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും MLA-യുമായ N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ അധ്യക്ഷനായി. മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K മുരളീധരൻ ക്യാമ്പ് സന്ദർശിച്ചു. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പഞ്ചായത്തും നഗരസഭകളിലൊക്കെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുക. ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞു. അതുവരെ നമ്മൾ അധികാരത്തിൽ വരുമോ എന്ന് സംശയിച്ചത് പോലും അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആയിരിക്കും അടുത്ത ഗവൺമെൻറ് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുക. അപ്പോൾ ഈ ലോക്കൽ ബോഡിയിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ നിയമസഭയിൽ നമുക്ക് പ്രവർത്തനം ഏതാണ്ട് പകുതി കുറയുന്നുള്ള അഭിപ്രായക്കാരനാണ്. സംഘടനാ ക്ലാസിന് മലപ്പുറം ജില്ലാ ലീഗ് സെക്രട്ടറി PV മനാഫ് നേതൃത്വം നൽകി. പാലക്കാട് ജില്ലാ ലീഗ് സെക്രട്ടറി TS സിദ്ദിഖ്, മണ്ഡലം കമ്മിറ്റി ട്രഷറർ K ആലിപ്പു ഹാജി,
അൻസാരി, തച്ചമ്പറ്റ ഹംസ, ഒ ചേക്കു, കെ ടി ഹംസപ്പ, റഷീദ് മുത്തലിൽ, കെ ഹുസൈൻ, കെ ടി അബ്ദുള്ള, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ പഴേരി, ജനറൽ സെക്രട്ടറി മുനീർ താടിയിൽ, ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ, മേഖലാ കമ്മിറ്റികൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ ക്യാമ്പിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ അവലോകനവും നടന്നു. പി ഷാനവാസ്, യൂസഫ് പാകത്ത്, കെ പി ഉമ്മർ, അസീസ് ബച്ചേരി, മുജീബ് പെരുമ്പിടി, കെ ഹംസ, റഫീഖ പാറക്കോട്ടെ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തേണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കും അന്തിമ രൂപം നൽകി. തലയെടുപ്പോടെ പടിയിറക്കം. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഇനി സംസ്ഥാന ലൈഫ് മിഷൻ CEO. അപൂർവ ത്രിപാഠി തിങ്കളാഴ്ച സ്ഥലം മാറി. പുതിയ സബ് കളക്ടർ സാക്ഷി മോഹൻ വ്യാഴാഴ്ച ചുമതലയേൽക്കും. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിക്ക് ലൈഫ് മിഷൻ CEO ആയി ചുമതല നൽകി. 2024 ഫെബ്രുവരി 7 ഡി രഞ്ജിത്തിൻ്റെ പിൻഗാമിയായി പെരിന്തൽമണ്ണ സബ് കളക്ടറായി ചുമതലയേറ്റ ഇവർ പെരിന്തൽമണ്ണ RD ഓഫീസിൽ മികച്ച പ്രവർത്തനം നൽകിയാണ് പടിയിറങ്ങിയത്. 1.5 വർഷക്കാലയളവിനുള്ളിൽ വിവിധ വിഷയങ്ങളിലായി 10,000-ലധികം ഫയലുകളും 30,000-ലധികം റെസീറ്റുകളും തീർപ്പാക്കിയെന്നത് അഭിമാനകരമായ നേട്ടമാണ്. നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ, എടക്കര, മമ്പാട്, കരുളായി, പോത്തുകല്ല് വില്ലേജുകളിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് ആധാർ കാർഡ്, മറ്റ് രേഖകൾ ഉണ്ടാക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റുകളില്ലാത്തവർക്കായി ABCD അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഫോർ ഡിജിറ്റലൈസേഷൻ പദ്ധതിയിൽ 363 ഫയലുകൾ ഉൾപ്പെടെ 1000-ലധികം ജനന മരണ സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കാനുള്ള ഉത്തരവുകൾ ഇവരുടെ കാലയളവിൽ നൽകി. 4,898 സിവിൽ കേസുകൾ തീർപ്പ് കൽപ്പിക്കുകയും ഇതുവരെയുള്ള മുഴുവൻ ഫുഡ് സേഫ്റ്റി കേസുകൾ തീർപ്പാക്കുകയും ചെയ്തു. കൂടാതെ പെരിന്തൽമണ്ണ താലൂക്ക് പരിധിയിലുള്ള 24 വില്ലേജുകളിലായി 4,724 തരം മാറ്റം ഉത്തരവുകൾ നൽകി. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ തീർപ്പാക്കുന്ന ഡിവിഷനിലേക്ക് പെരിന്തൽമണ്ണ താലൂക്കിനെ എത്തിച്ചു. ഊർങ്ങാട്ടിരി, വെറ്റിലപ്പാറ വില്ലേജുകളിലെ ന്യായവില സംബന്ധിച്ച പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഒരു ടീമിനെ നിയോഗിക്കുകയും സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചു. നിലമ്പൂർ, പെരിന്തൽമണ്ണ താലൂക്കുകളിലായി വർഷങ്ങളായി പിടിച്ചിട്ട 150-ലധികം മണൽ വണ്ടികളുടെ ലേലം നടപടികൾ പൂർത്തിയാക്കി. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച 200-ലധികം പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുകയും ആധാരം മക്കളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് തിരികെ നൽകിക്കൊണ്ടുള്ള ശക്തമായ നടപടികളും. താഴേക്കോട്, മമ്പാട് വില്ലേജുകളിലായി രക്ഷിതാക്കളെ പുറത്താക്കിയ മക്കളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് രക്ഷിതാക്കളെ താമസിപ്പിച്ച ചരിത്ര നടപടി സമയബന്ധിതമായി പൂർത്തിയാക്കി. സ്റ്റാഫ് റീഫണ്ട് സംബന്ധിച്ചും വഴി പ്രശ്നങ്ങൾ, അപകടകരമായ മരങ്ങൾ സംബന്ധിച്ച പരാതികളിലും പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് ഭൂമി അനുവദിക്കുന്നത് സംബന്ധിച്ചും ഈ ഓഫീസുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതും അഭിമാനകരമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന സബ് കളക്ടർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം ഇന്ത്യയിൽ നടന്ന 6 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വേഗതയിലും കൃത്യതയിലും പരാതിരഹിതമായും വോട്ടെണ്ണൽ പൂർത്തിയാക്കി എന്ന അഭിമാനകരമായ നേട്ടത്തോടെയാണ് പടിയിറക്കം. ഉത്തർപ്രദേശ് സ്വദേശിയായ അപൂർവ ത്രിപാഠി IAS സബ് കളക്ടറായി നിയമിതയായി ദിവസങ്ങൾക്കകം തന്നെ മലയാളം പഠിക്കുകയും സാധാരണക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു എന്നത് ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശി സാക്ഷി മോഹൻ IAS ആണ് പെരിന്തൽമണ്ണയുടെ പുതിയ സബ് കളക്ടർ. പുതിയ കളക്ടർ വ്യാഴാഴ്ച ചുമതലയേക്കും. 64ാമത് സുബ്രതോ മുഖർജി കപ്പ് സംസ്ഥാന ഫുട്ബോൾ ടൂർണമെൻറ്റ് ശ്രീകൃഷ്ണപുരത്ത് ആരംഭിച്ചു. അണ്ടർ-17 പെൺകുട്ടികളുടെ വിഭാഗം മത്സരത്തോടെയാണ് ടൂർണമെൻറ്റിന് പന്തുരുണ്ടത്. കെ പ്രേംകുമാർ MLA ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. 28 ടീമുകളിലായി ഒട്ടനേകം കുട്ടികൾ, ഏതാണ്ട് 600-ൽ പരം കുട്ടികൾ ഈ ടൂർണമെന്റിന്റെ ഒക്കെ ഭാഗമായി പങ്കെടുക്കുന്നു. അവർ മത്സരിക്കുന്നു. അവർ ആവേശപൂർവ്വം ഓരോ ടീമും ജേഴ്സി അണിഞ്ഞ്, ബൂട്ടണിഞ്ഞ് നല്ല തയ്യാറെടുപ്പോടുകൂടി ഈ നാടിന്റെ കായിക സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി ആവേശപൂർവ്വം അണിനിരക്കുന്നു എന്നതിലുള്ള സന്തോഷമാണ് സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിലെല്ലാം ഉള്ളത്. നിശ്ചയമായും ഇത്തരം ടൂർണമെന്റുകളുടെ എല്ലാം ഭാഗമായി നമ്മുടെ നാടിന്റെ കായിക സംസ്കാരത്തെ നമുക്ക് ശക്തിപ്പെടുത്താനാകട്ടെ. തെറ്റായ ലഹരികളിൽ നിന്ന് മാറി സ്പോർട്സിനെ ലഹരിയായി കാണാനും ജീവിതത്തെ ലഹരിയായി കാണാനും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ നാടിനും ഈ സുബ്രതോ കപ്പ് പ്രോത്സാഹനമാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് DD ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ, ഈ വിദ്യാലയത്തിലെ PTA ഉൾപ്പെടെയുള്ള ഭാരവാഹികളുള്ള ഒഴിവാക്കാനാകാത്ത ചടങ്ങാണ്. ഇത്തരം മത്സര പരിപാടികളിൽ നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾക്ക് സ്കൂൾ എന്ന നിലയിൽ ഒരു ടീമായി പങ്കെടുക്കാൻ കഴിയുന്ന, നാഷണൽ വരെ പോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് സുബ്രതോ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങിൽ അധ്യക്ഷയായി.
ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി പ്രജീഷ് കുമാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി എം സലീന ബീവി, എഇഒ ഇ രാജൻ, BPC NP പ്രിയേഷ്, കെ രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ PS ആര്യ, എ മുരളീധരൻ, AM അജിത്ത്, PG ദേവരാജൻ, സിദ്ധി പാറക്കോട്, KK രാജേഷ്, ബിജു, സെബാസ്റ്റ്യൻ, റിഷാദ് ആർ ടി എന്നിവർ സംസാരിച്ചു. 60 ടീമുകളാണ് 2 ഗ്രൗണ്ടുകളിലായി നടക്കുന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിവസം മത്സരിച്ച 28 ടീമുകളിൽ രണ്ടാം ഘട്ട മത്സരങ്ങളിലേക്ക് 8 ടീമുകൾ യോഗ്യത നേടി. ചൊവ്വാഴ്ച 30 ടീമുകൾ മത്സരത്തിനെത്തും. ഇതിൽ നിന്നും യോഗ്യത നേടുന്ന 8 ടീമുകൾ ഉൾപ്പെടെ ആകെ 16 ടീമുകൾ ബുധനാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട മത്സരങ്ങളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ജേതാക്കളാകുന്ന ടീം ഓഗസ്റ്റ് 19 മുതൽ ഡൽഹിയിൽ നടക്കുന്ന സുബ്രതോ മുഖർജി കപ്പ് ദേശീയ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും. ദീർഘകാലം പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബിന്റെ പ്രസിഡന്റായിരുന്ന അന്തരിച്ച സി മുഹമ്മദ് അലിയെ അനുസ്മരിച്ചു. മുൻ MLA വി ശശികുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഖാദർ അലി ക്ലബ്ബാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഖാദർ അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന ചട്ടിപ്പാറ മുഹമ്മദ് അലി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. നീണ്ട 27 വർഷമാണ് സി മുഹമ്മദ് അലി ഖാദർ അലി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. പെരിന്തൽമണ്ണയിലെ സൗമ്യ സാന്നിധ്യമായ മുഹമ്മദ് അലി ഖാദർ അലി ക്ലബിന്റെ വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. അനുസ്മരണ ചടങ്ങ് മുൻ MLA വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടും ഫുട്ബോൾ ടൂർണമെൻറ്റും എത്ര കാലം ഉണ്ടാവും അത്രയും കാലം ചട്ടിപ്പാറ കുമാരിയൊക്കെ പേരും ഓർമ്മയും നമ്മുടെ നാട്ടിലെ മനസ്സുകളിൽ തുടിച്ചു നിൽക്കുന്നതാണ്. ഞാൻ എല്ലാ കൊല്ലവും മിക്കവാറും ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വരാറുണ്ട്. അപ്പോൾ എന്ന് വന്നാലും ആ സൈഡിലെ ആ ഭാഗത്ത് കയറ്റി ഇരുത്തി അധികം വർത്തമാനം പറയുന്നത്, പക്ഷെ നിറഞ്ഞ ചിരിയും ഒരു ചായയും ഏതാനും വർത്തമാനങ്ങളും ഒരു ഫോട്ടോയും വാങ്ങി അദ്ദേഹത്തെ എത്രയോ കാലമായി തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഖാദർ അലി ക്ലബിന്റെ പുതിയ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ക്ലബ്ബ് ട്രഷറർ മണ്ണിൽ ഹസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദിലീപ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് C സേതുമാധവൻ, കൗൺസിലർമാരായ പത്തത്ത് ജാഫർ, K സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, TK രാജേന്ദ്രൻ, നാലകത്ത് ബഷീർ, ജില്ലാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സുരേന്ദ്രൻ മങ്കട, കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ കമ്മിറ്റി അംഗം അൻവർ തൃശൂർ, പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി CPM ഇക്ബാൽ, H മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാപകരിൽ പ്രധാനി ആയിരുന്ന ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് ഏകദേശം 27 വർഷം, നീണ്ട 27 വർഷം ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും, അതിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലും അതിൻ്റെ നല്ല സമയത്തും അതിൻ്റെ കൂടെ നിന്ന് നയിച്ച പ്രസിഡന്റ് സി മുഹമ്മദ് അലിയൊക്കെ ഇന്ന് ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് ഇന്ന് ആർക്കും കിട്ടാത്ത ഒരു അനുസ്മരണ പരിപാടി പെരിന്തൽമണ്ണ ഖാദർ അലി സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബ്ബിൽ നടത്തിയത്. എന്നെ സംബന്ധിച്ച് ഞാൻ 25 വർഷമായി ഈ ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ട്. എൻ്റെ കൂടെ അത് ഏത് കമ്മിറ്റി ഏത് തീരുമാനം എടുത്താലും പിന്നെ ഏതൊരു കമ്മിറ്റി ആണെങ്കിലും അതിലൊക്കെ പ്രതിസന്ധി പ്രയാസങ്ങളുണ്ടാവും. അതൊക്കെ നടപ്പിൽ വരുത്താൻ, അപ്പോൾ ഈ ക്ലബിൻ്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ എനിക്ക് എന്നും ആത്മധൈര്യം തന്ന എൻ്റെ ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ മുന്നോട്ടുള്ള ഈ വലിയ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലം കൈ നഷ്ടപ്പെട്ട പോലെയാണ്. ഈ ക്ലബ്ബ് ഒരുപാട് പ്രതിസന്ധി അതിജീവിച്ച സമയത്തും എനിക്ക് ആശ്വാസമായി നിന്നതും എനിക്ക് ധൈര്യം തന്നതും പ്രസിഡന്റ് എന്ന നിലയിൽ മുഹമ്മദ് അലിയൊക്കെയാണ്. വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് CH നാസർ, താമരത്ത് സൈതാലിക്കുട്ടി, വിശ്വനാഥൻ, യൂസഫ് രാമപുരം, CH മുസ്തഫ, MK കുഞ്ഞായ്മു, മണ്ണേങ്ങൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പകൽ പരിപാലന കേന്ദ്രത്തിൻ്റെയും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ അച്ഛനമ്മമാർക്കും നമ്മുടെ എല്ലാവരും കൂടിയിട്ട് ഒരു ഔഷധക്കഞ്ഞി വിതരണം നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പകൽ വീട്ടിൽ നമ്മുടെ എല്ലാവർക്കും ഒരു 100 പേർക്കുള്ള ഔഷധക്കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും പഞ്ചായത്തിലൊക്കെ തീരുമാനിച്ച് നടപ്പിലാക്കിയെങ്കിലും അതിന് നമ്മുടെ ആയുർവേദ എല്ലാവരും മെഡിക്കൽ ഓഫീസർ അടക്കം അത് നേരത്തെ വന്നുകൊണ്ട് അവരാണ് അത് തയ്യാറാക്കുന്നത്. അത്രയും ആത്മാർത്ഥതയോടെ അവരുടെ സ്നേഹം മൊത്തം ആ കഞ്ഞി കലത്തിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് നമുക്കത് തയ്യാറാക്കി വരുന്നത്.
പിന്നെ അതിൻ്റെ പിന്നിൽ ഹരിയേട്ടൻ ക്ഷേമകരി സംയമി ടീച്ചർമാരും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒന്ന് കഞ്ഞി വിതരണത്തിൽ പങ്കെടുത്തുന്നില്ല, എന്നാൽ പോലും ഏറ്റവും നന്നായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ദിവ്യയായാലും ഇവിടുത്തെ എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ ആശംസകൾ നേരുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ കർക്കിടകത്തിൽ നമുക്കറിയാം ഔഷധക്കഞ്ഞി എല്ലാവരും ഇപ്പോൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ കുറേ അമ്പലങ്ങളിൽ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 10 ദിവസമൊക്കെ അമ്പലങ്ങളിലും ഔഷധക്കഞ്ഞി വിതരണം ഉണ്ട്. 25ഓളം മരുന്നുകൾ ഇട്ടുകൊണ്ടാണ് നമ്മളത് കഞ്ഞി തയ്യാറാക്കുന്നത്. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഇവിടെ ക്ലാസ് എടുക്കും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ സാധിക്കുമെങ്കിൽ അത് ഉണ്ടാക്കി കഴിക്കുക. പിന്നെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ഇല കറികൾ നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിലുള്ള തന്നെ ഇപ്പോൾ 10 ഇല. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ, വാർഡ് മെമ്പർ രാജശ്രീ എന്നിവർ പങ്കെടുത്തു. കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തിയും ചര്യകളും ഔഷധക്കഞ്ഞി കൊണ്ടുള്ള ഗുണങ്ങളെയും സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിജ എസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ സഞ്ജിത ആർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യോഗ പരിശീലനവും നൽകി. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. സീറ്റുകളുടെ എണ്ണം കൂടുന്നതിന് പകരം ബാച്ചുകൾ കൂടുതൽ അനുവദിച്ചാൽ മാത്രമേ വിജയിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും +1 അഡ്മിഷൻ ലഭിക്കൂ എന്ന് കെ മുരളീധരൻ. അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സംഘടിപ്പിച്ച ഉന്നത വിജയികൾക്കുള്ള ആദരവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാസ്സാവുന്ന SSLC പാസ്സാവുന്ന കുട്ടികൾക്ക് പലപ്പോഴും +1 വരുമ്പോൾ പുതിയ ബാച്ചുകൾ പലപ്പോഴും അനുവദിക്കുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഏതാണ്ട് പാസ്സായ മിക്ക കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്, സീറ്റുകൾ ഉണ്ട്. എന്നാൽ വടക്കോട്ട് വരുന്നതോ ഇത് പലപ്പോഴും ഷംസുദ്ദീൻ ഉൾപ്പെടെ തന്നെ സഭയിൽ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരും. പലപ്പോഴും സർക്കാർ ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, ബാച്ച് വന്നാലേ കാര്യമില്ല. സീറ്റിൻ്റെ എണ്ണം കൂട്ടിയാൽ 40 പേര് ഇരിക്കേണ്ട ക്ലാസ്സിൽ 60 പേര് കഴിഞ്ഞ കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാച്ചുകൾ ശരിക്കും വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പാസ്സാവുന്ന മുഴുവൻ കുട്ടികൾക്കും +1 അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മണ്ണാർക്കാട് MLA സ്ഥാനത്ത് 15 വർഷം പൂർത്തിയാക്കുന്ന എൻ ഷംസുദ്ദീനെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ അധ്യക്ഷയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷ ആയിഷ ബി ആറാട്ടുതൊടി, സംഘം പ്രസിഡന്റ് K ഹബീബുള്ള അൻസാരി, ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ, മണ്ണാർക്കാട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് P അഹമ്മദ് അഷ്റഫ്, മണ്ണാർക്കാട് താലൂക്ക് മോട്ടോർ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് PR സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, എടത്തനാട്ടുകര പ്രവാസി സഹകരണ സംഘം പ്രസിഡന്റ് MPA ബക്കർ, K അബ്ദു, K വേണുഗോപാൽ, ബാബു മൈക്രോടെക്, PT ശ്രീജിത്ത്, ഫസ്ന തുടങ്ങിയവർ പങ്കെടുത്തു. തുടർച്ചയായ എല്ലാ വർഷവും സംഘം ഉന്നത വിജയികളെ ആദരിക്കാറുണ്ട്. ലോക സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ ചങ്ങാതിക്കൊരു തൈ നട്ടുവളർത്തണം, കരുതലോടെ വളരട്ടെ, മഹാവൃക്ഷമായി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത്. കുളക്കാട്ടുകുറിശി ക്രിസ്തുരാജ ALP സ്കൂളിൽ വെച്ച് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. വിദ്യാർത്ഥിയായ പ്രണന്യയ്ക്ക് ആദ്യ തൈ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ തൈകൾ കൊടുന്ന് ചങ്ങാതിക്ക് അല്ലെങ്കിൽ സുഹൃത്തിന് നൽകുന്ന ഒരു പ്രധാന പരിപാടിയാണ് ഈ ഒരു സൗഹൃദ ദിനത്തിൻ്റെ ഏറ്റവും മികവ് പുലർത്തുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തല PEC കൂടുകയും അതിലേത് സ്കൂളാണ്, കാരണം നമ്മുടെ തൈ വിതരണം ചെയ്യുന്നത് ഏത് ദിനത്തിലാണ്? ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ പോലും നമ്മുടെ 10 സ്കൂളുകളിലും ഏറ്റവും ആദ്യം ഞങ്ങൾ ഏറ്റെടുത്ത് കൊള്ളാമെന്ന് കുളക്കാട്ടുകുറിശി നമ്മുടെ ഈ സ്കൂള് അത് പറയുകയും അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷനായി. 7ാം വാർഡ് മെമ്പർ C ലീല, കർഷകശ്രീ അവാർഡ് ജേതാവ് സ്വപ്ന ജെയിംസ്, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസി, PTA പ്രസിഡന്റ് ദിനേശ് എന്നിവർ സംസാരിച്ചു. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്, ആശംസാ കാർഡ് എന്നിവ അതിഥികൾക്ക് കൈമാറി. എല്ലാ വിദ്യാർത്ഥികളും തൈകൾ കൈമാറി തങ്ങളുടെ സൗഹൃദം പങ്കിട്ടു. കളിയും ചിരിയുമായി പൊട്ടച്ചിറ MTI സെൻട്രൽ സ്കൂളിൽ വൈബ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിലായി വർണ്ണാഭമായ പരിപാടികളാണ് അരങ്ങേറിയത്.
വിദ്യാർത്ഥികളുടെ കലാപരവും സർഗാത്മകവുമായ ശേഷി വർദ്ധിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊട്ടച്ചിറ MTI സെൻട്രൽ സ്കൂളിൽ വൈബ്സ് ഫെസ്റ്റ് എന്ന പേരിൽ യുവജനോത്സവം സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിവിധ ഇനങ്ങളിൽ വർണ്ണാഭമായ കലാപ്രകടനങ്ങളാണ് നടന്നത്. സ്കൂൾ ജനറൽ സെക്രട്ടറി മരക്കാർ മാരേമംഗലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ കാമ്പൗണ്ടിൽ ആയിരക്കണക്കായ സഹോദരന്മാർ പങ്കെടുക്കുന്ന വളരെ ധന്യമായ ഒരു വേദിയാണ് നമ്മളൊരു വർഷത്തിലൊരു തവണ ഒതുക്കാറുള്ളത്. അതിൽ പ്രധാനമായും നമ്മൾ ഊന്നൽ നൽകിയിരുന്നത് ഡാൻസിനാണ്. കാരണം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്രാവശ്യം അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായി ഡാൻസ് മാത്രമല്ല കലാരംഗത്ത് പലതുമുണ്ട് എന്ന് മനസ്സിലാക്കി ഏതെല്ലാം വിഷയത്തിൽ അവരുടെ പ്രകടനം ആഗ്രഹിക്കുന്നുവോ ആ വിഷയത്തിൽ അവരെ സജ്ജമാക്കുക എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഒപ്പനയായാലും ശരി, മറ്റ് കഥാപ്രസംഗമായാലും ശരി, പ്രസംഗമായാലും ശരി, മറ്റേത് വിഷയങ്ങളായാലും ശരി, വിവിധ വിഷയങ്ങളിൽ കഴിവുള്ള ആളുകളുടെ കഴിവ് പ്രകടമാക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ആനുവൽ ഡയറിയിൽ നമ്മൾ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, സ്കൂൾ പ്രിൻസിപ്പൽ അസ്മത്ത്, വൈസ് പ്രിൻസിപ്പൽ ലതിക, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. കടമ്പഴിപ്പുറം ആയിരമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഖണ്ഡ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം നടന്നു. മേൽശാന്തി ശരത്തിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുമുണ്ടായി. തുടർന്ന് പ്രസാദകൂട്ടും നടന്നു. നിരവധി ഭക്തർ പരിപാടിയിൽ പങ്കെടുത്തു. ലോക സൗഹൃദ ദിനത്തിൽ ഹരിത കേരള മിഷൻ സൗഹൃദം മഹാവൃക്ഷമായി വളരട്ടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വല്ലപ്പുഴ കുറുവട്ടൂർ KMLP സ്കൂളിൽ ചങ്ങാതിക്കൊരു മരം പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നസീർ അലിക്കൽ, പ്രധാനാധ്യാപിക VP പ്രമീള, N നൗഫൽ, K നഷീദ, T ഫൗസിയ, TP ജിജി, ഫൈസിയ, ഫൈറൂസ്, KP അസീന തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. കടുവ ആടിനെ പിടിച്ച മണ്ണാർക്കാട് തത്തേങ്കലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. രാത്രി പട്രോളിംഗും ഏർപ്പെടുത്തി. പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് DF. ചെർപ്പളശ്ശേരിയിൽ കാറിടിച്ച പത്ര ഏജന്റ് മരിച്ചു. വീരമംഗലം സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. വാണിയംകുളത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 6.2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. പ്രതിയെ പിടികൂടാനായില്ല. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക്. ഇരട്ട ഇരുമ്പ് പാലമെന്ന ആശയം മുന്നോട്ട് വെച്ച തിരൂർ സ്വദേശി തയ്യിൽ ബാവ. ചെറുവാഹനങ്ങളെ കടത്തിവിടാൻ കഴിയുന്ന പദ്ധതി സർക്കാരിന് സമർപ്പിക്കുമെന്നും തയ്യിൽ ബാവ. ഒറ്റപ്പാലം മീറ്റ്നയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കിട്ടി. 8ാം ദിവസം തൃത്താല കൂടല്ലൂർ ഭാഗത്തു നിന്നാണ് മൃതദേഹം കിട്ടിയത്. പാലപ്പുറം സ്വദേശി യൂസഫാണ് മരിച്ചത്.